നമസ്കാരം, എൻ്റെ പേര് ഷൈജു. ഞാൻ സഞ്ജയ്. എല്ലാവർക്കും CC/SSC RRB ബാങ്ക് എക്സാം ചാനലിൻ്റെ പുതിയൊരു സെഷനിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരുപാട് ഉദ്യോഗാർത്ഥികൾ നമ്മുടെ ഈ ഗ്രൂപ്പ് ഡി ആയിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് സംശയങ്ങൾ ഞങ്ങളോട് ചോദിക്കുകയുണ്ടായി. അപ്പോൾ ആ സംശയങ്ങൾക്കെല്ലാം ഒരു പരിഹാരം എന്ന നിലയിൽ ആ സംശയങ്ങളെല്ലാമാണ് നിങ്ങളോട് ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടന്നാലോ സർ? യെസ്. അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന സെഷനാണ്. അപ്പോൾ ഒരുപാട് സംശയങ്ങളുണ്ടായിരുന്നു. ആ സംശയങ്ങൾ ഓരോന്നായിട്ട് നമുക്ക് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ സർ, നമുക്ക് ഓരോ സംശയങ്ങൾ നോക്കാം. ഓക്കെ. അപ്പോൾ സാർ, ഒന്നാമത്തെ ചോദ്യം അല്ലെങ്കിൽ ഒരു ഡൗട്ട് വന്നിരിക്കുന്നത്, നമ്മുടെ എക്സാം മലയാളത്തിലാണോ അതോ ഇംഗ്ലീഷിലാണോ എന്നുള്ളതാണ് ഒന്നാമത്തെ ഡൗട്ട് വന്നിരിക്കുന്നത്. എക്സാം നിങ്ങൾക്ക് മലയാളത്തിലും എഴുതാം, ഇംഗ്ലീഷിലും എഴുതാം. സാധാരണ നമ്മൾ കുറേ അധികം പേര് മലയാളം ചൂസ് ചെയ്യുന്നവരുണ്ട്, അല്ലെങ്കിൽ ഇംഗ്ലീഷ് ചൂസ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ പരീക്ഷയുടെ ടൈമിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭാഷ ചൂസ് ചെയ്താൽ മതിയാവും. മലയാളത്തിലാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ ക്വസ്റ്റ്യൻ മലയാളത്തിലും കിട്ടും. പിന്നെ നമുക്കത് സ്വിച്ച് ടു ഇംഗ്ലീഷ് എന്ന് പറഞ്ഞൊരു മോഡുണ്ട്, അതിനകത്തേക്ക് പോകാൻ പറ്റും. പലരും ചോദിക്കുന്നുണ്ട്, കാരണം മലയാളം മീഡിയത്തിൽ പഠിച്ചു വന്നവർക്ക് ഇംഗ്ലീഷ് എഴുതാൻ ബുദ്ധിമുട്ടുണ്ടാവും, അതുപോലെ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചു വന്നവർക്ക് മലയാളം എഴുതാനും ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ ടേമുകൾ തമ്മിൽ മാറിപ്പോന്നൊക്കെ പലരും ചോദിക്കുന്നുണ്ട്. അതെ. അപ്പൊ അവർക്ക് എന്ത് ടിപ്പ് പറഞ്ഞു കൊടുക്കാൻ പറ്റും? അപ്പൊ നിങ്ങളൊരു കാര്യം ചെയ്യുക, നിങ്ങൾ ഏത് മീഡിയത്തിലാണോ നിങ്ങൾ പഠിച്ചുകൊണ്ട് വന്നത്, ഇപ്പം മലയാളം മീഡിയം ചൂസ് ചെയ്ത് വന്ന ആൾക്കാർ മലയാളത്തിലെ പരീക്ഷ എഴുതിട്ടെ. എന്നിട്ട് സപ്പോസ് ഏതെങ്കിലും വാക്കിനകത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സ്വിച്ച് ടു ഇംഗ്ലീഷ് എന്ന് പറയുന്നൊരു മോഡുണ്ടല്ലോ അവിടെ, അപ്പൊ അവിടെ പോയി കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നം മാറും. ഇനി ഇംഗ്ലീഷിലാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ ക്വസ്റ്റ്യൻ ഇംഗ്ലീഷിലും കിട്ടും, ഹിന്ദിയിലുമാണ് കിട്ടുന്നത്, മലയാളത്തിന് കിട്ടത്തില്ല. ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അത് പരീക്ഷ എഴുതുന്നതിന് മുമ്പേ ശ്രദ്ധിക്കണം എന്നുള്ളതായിരുന്നു സംശയം. പക്ഷെ നമ്മുടെ ഈ മെന്റൽ എബിലിറ്റിയിലെ കുറച്ച് ചോദ്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് മലയാളം ഇമ്പോർട്ടന്റ് ആണല്ലോ, കാരണം ചിലപ്പോൾ നമുക്ക് ഇംഗ്ലീഷ് അത് വായിച്ച് കണക്ട് ചെയ്യാൻ മാത്സിന് കൂടുതൽ മാർക്കും കൂടെ ഉള്ളൊരു. അതെ, ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പം തുടക്കത്തിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഏത് ഭാഷയാണോ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ആദ്യം ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ മലയാളത്തിലാണ് പരീക്ഷ എഴുതാൻ പോകുന്നതെങ്കിൽ നിങ്ങളുടെ പ്രാക്ടീസ് മലയാളത്തിൽ തന്നെ വേണം എന്നുള്ള കാര്യം ഓർമ്മപ്പെടുത്തുന്നു. ഇംഗ്ലീഷിലാണ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ, നിങ്ങൾ ഇംഗ്ലീഷിലാണ് എക്സാം എഴുതാൻ പോകുന്നതെങ്കിൽ പ്രാക്ടീസ് ഇംഗ്ലീഷിലായിരിക്കണം. അതായിരുന്നു ഒന്നാമത്തെ ചോദ്യം. അപ്പൊ നമ്മുടെ രണ്ടാമത്തെ ചോദ്യം വന്നിരിക്കുന്നത്, നമുക്ക് ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകൾ എവിടെ നിന്നാണ് നമുക്ക് ലഭിക്കുന്നത്? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് പഠിക്കുന്നത് വലിയ ഒരു അനിവാര്യതയാണ്. കാരണം വരാൻ പോകുന്ന ഗ്രൂപ്പ് ഡി പരീക്ഷകൾക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് ഇമ്പോർട്ടൻസ് ഉള്ളതും പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ ചെയ്തു പഠിക്കുന്നത് തന്നെയാണ്. അതെ, കാരണം നമ്മൾ ചോദ്യ പേപ്പർ നോക്കുമ്പോൾ പലതും റിപ്പീറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്ത് റിപ്പീറ്റഡ് ആയിട്ട് ചോദ്യങ്ങൾ വരുന്നുണ്ട്. TCS പരീക്ഷ നടത്തുന്നതുകൊണ്ട് പല ചോദ്യങ്ങളും കോപ്പി പേസ്റ്റ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെ കിട്ടും എന്നുള്ളതായിരുന്നു സംശയം. അപ്പൊ ഒരു കാര്യം ചെയ്താൽ മതി, നമ്മൾ പുതിയൊരു വീഡിയോ ചെയ്യാം. അതായത് RRB ഗ്രൂപ്പ് ഡി പരീക്ഷകൾക്ക് ഏത് ബുക്കാണ് യൂസ്ഫുൾ ആകുന്നത് എന്നുള്ള രീതിയിൽ നമ്മളൊരു പുതിയ വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പൊ ആ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ആ ബുക്ക് വാങ്ങിച്ച് വെച്ച് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സംശയം അവിടെ ക്ലിയർ ചെയ്യാവുന്നതാണ്. ഓക്കെ സാർ, അപ്പൊ നെക്സ്റ്റ് ചോദ്യം എന്ന് പറയുന്നത്, ഇനി നെക്സ്റ്റ് ഇയർ എക്സാം ഉണ്ടാകുമോ? അപ്പൊ എത്ര വർഷം കൂടുമ്പോഴാണ് ഈ എക്സാമുകൾ വിളിക്കുന്നത് എന്നുള്ളതാണ് അടുത്തൊരു ചോദ്യം വന്നിരിക്കുന്നത്. അതെ, അപ്പൊ അവിടെ ഒരു ക്ലാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, സാധാരണ പരീക്ഷകൾ 1-2 വർഷം കൂടുമ്പോഴൊക്കെ ഉണ്ടാകാറുണ്ട്. പക്ഷേ കോവിഡ് വന്നപ്പോൾ നമുക്ക് ഒരുപാട് ഗ്യാപ്പ് വന്നു. അപ്പൊ അതുകൊണ്ട് ഇനി തൊട്ടടുത്ത ഒരു വർഷം പരീക്ഷ നടക്കുവാൻ സാധ്യത വളരെ കുറവാണ്. അപ്പൊ അതുകൊണ്ട് ഇത്തവണത്തെ ഈ ഒരു പരീക്ഷ 2025 നടക്കാൻ പോകുന്ന ഈ ഗ്രൂപ്പ് ഡി പരീക്ഷയിൽ തന്നെ നമ്മൾ എങ്ങനെങ്കിലും കയറിപ്പോകണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾക്ക് തരാനുള്ള ഒരു സജഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് 2025 ഒരു സർക്കാർ ജോലി സ്വപ്നം കാണുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ഗ്രൂപ്പ് ഡി പരീക്ഷകൾ തന്നെയായിരിക്കും നല്ലത്. കാരണം 2025 അവസാനം ഡിസംബർ മാസത്തോടുകൂടി നമുക്ക് ഈ ഒരു പരീക്ഷയുടെ അഡ്വൈസ് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പൊ സമയം കളയണ്ട, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക, അടുത്ത നോട്ടിഫിക്കേഷന് വെയിറ്റ് ചെയ്യാതിരിക്കുക. ഈ ഒരു പരീക്ഷയിൽ തന്നെ ഏറ്റവും ഭംഗിയായിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഭാഗത്തു നിന്നുള്ള ഒരു റിപ്ലൈ. അതിന് സാർ, നമ്മുടെ അടുത്തൊരു സംശയമായിട്ട് ചോദിച്ചിരിക്കുന്നത്, നമ്മുടെ ഈ റെയിൽവേ എക്സാമിന് വേണ്ടിയിട്ട് പ്രിലിംസ് ഉണ്ടോ എന്നാണ്. അപ്പോൾ PSC ക്ക് പ്രിലിംസ് ഉള്ള പോലെ ഈ RRB ക്ക് പ്രിലിംസ് ഉണ്ടോ, ഗ്രൂപ്പ് ഡിക്ക് പ്രിലിംസ് ഉണ്ടോ എന്നാണ് അടുത്തൊരു ചോദ്യം വന്നിരിക്കുന്നത്. നമുക്ക് ഈ ഗ്രൂപ്പ് ഡി പരീക്ഷകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ ഒരൊറ്റ പരീക്ഷ മാത്രമേ ഉള്ളൂ. ഒരൊറ്റ റിട്ടേൺ എക്സാം മാത്രമാണ്, 100 മാർക്കിന്റെ റിട്ടേൺ എക്സാം ആണ്. അതിനകത്ത് മാത്സ് 25 മാർക്ക്, റീസണിങ്ങിനാണ് വലിയ പ്രാധാന്യം 30 മാർക്ക്, പിന്നെ വരുന്നത് സയൻസ് 25 മാർക്കും, പിന്നെ ജനറൽ GK 20 മാർക്കും. അങ്ങനെ ഒരു 100 മാർക്കിന്റെ പരീക്ഷയാണ്. അത് കഴിയുമ്പോൾ പിന്നെ നേരെ പോകുന്നത് നമ്മുടെ ഫിസിക്കലാണ്. ഫിസിക്കൽ കഴിഞ്ഞ് പിന്നെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ, അവസാനം മെഡിക്കൽ. അങ്ങനെ ആ ഒരു പ്രോസസ് അവിടെ അവസാനിക്കുകയാണ്. പ്രിലിംസ് ഇല്ല, അത് ഒറ്റ പരീക്ഷ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യത. റെയിൽവേ അപ്രന്റീസ്ഷിപ്പ് കഴിഞ്ഞ ഉദ്യോഗാർത്ഥികളുണ്ട്. അപ്പൊ അവർ ചോദിച്ചൊരു ചോദ്യമാണ്, അവർക്ക്
ഇതുപോലെ ഫിസിക്കൽ ഉണ്ടാകുമോ? എല്ലാവർക്കും ഫിസിക്കൽ ഉണ്ട്. ഈ 2 ഘട്ടങ്ങളിലായിട്ടാണ് ഫിസിക്കൽ പൂർത്തിയാവുന്നത്. ഒന്ന് നമ്മുടെ 1 കിലോമീറ്റർ ഓടുക എന്നുള്ളതും പിന്നെ നമ്മൾ വെയിറ്റ് എടുത്ത് വെച്ച് ഓടുന്നത്, രണ്ടും ഉണ്ട്. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട് വീഡിയോ. എല്ലാവർക്കും ഫിസിക്കൽ ഉണ്ട് കേട്ടോ. ഫിസിക്കൽ ഡിസേബിൾ ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്കൊന്നും ഇത് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. ഒരു ഫോഴ്സ് പോലുള്ള ഒരു പരീക്ഷയായിട്ട് നമുക്ക് ഇതിനെ പരിഗണിക്കാവുന്നതാണ്. എല്ലാവർക്കും ഫിസിക്കൽ ഉണ്ട്. ഓക്കെ, അപ്പൊ സാർ ഇനി പഠിച്ചു തുടങ്ങുന്ന ഉദ്യോഗാർത്ഥികൾ ഏതെല്ലാം ഭാഗങ്ങൾക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്? ഏതെല്ലാം ഏരിയാസ് ആണ് പഠിക്കാനായിട്ട് കൂടുതൽ മാറ്റി വെക്കേണ്ടത്? കാരണം എക്സാം ഇനി ഉടനെ ഉണ്ടാവും. തീർച്ചയായിട്ടും NTPC എക്സാം ഉടനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അത് കഴിയുമ്പോൾ ഉടനെ ഗ്രൂപ്പ് ഡി പരീക്ഷകൾ ഉടനെ തുടങ്ങും. സോ ഗ്രൂപ്പ് ഡി പരീക്ഷകളുടെ പ്രത്യേകത നമ്മളിപ്പം കണ്ടതാണ്. കഴിഞ്ഞ ദിവസം 1,08,00,000 ഉദ്യോഗാർത്ഥികൾ എന്താണ് ഇത്തവണ അപ്ലൈ ചെയ്യുന്നത്. കോടിക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ അപ്ലൈ ചെയ്യുന്നുള്ള ഒരു കാറ്റഗറിയിലേക്ക് വരികയാണ് നമ്മുടെ പരീക്ഷ. അപ്പൊ ഇന്ത്യ ഗവൺമെന്റിന്റെ കീഴിൽ നടക്കുന്ന ഏറ്റവും വലിയൊരു മത്സര പരീക്ഷയാണ് ഗ്രൂപ്പ് ഡി പരീക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ തയ്യാറെടുക്കുമ്പോൾ ഇനി നമുക്കൊരു 2-3 മാസം ഒക്കെ നമുക്ക് പഠിക്കുവാൻ വേണ്ടി കിട്ടും. സോ ആ ഒരു സമയത്ത് മാത്സ്, റീസണിങ്, സയൻസിന് വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ട് പഠിക്കണം. മാത്സും റീസണിങ്ങും കൂടെ 55 മാർക്ക്, അതായത് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പകുതി കൂടുതൽ ചോദ്യങ്ങൾ മാത്സ് റീസണിങ്ങും ആണ്. അപ്പൊ അതുകൊണ്ട് പഠിക്കുമ്പോൾ തന്നെ നല്ലൊരു സമയം മാത്സ് റീസണിങ് ചെയ്ത് പഠിക്കുവാനും പ്രീവിയസ് ചോദ്യങ്ങൾ ചെയ്ത് പഠിക്കുവാനും വലിയ പ്രാധാന്യമാണ് കൊടുക്കേണ്ടത്. സയൻസിന് 25 മാർക്കും പിന്നെ GKക്ക് വലിയ പ്രാധാന്യം കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. 20 മാർക്കിന്റെ ചോദ്യങ്ങളാണ്. കറണ്ട് അഫേഴ്സ് എന്ന് പറയുമ്പോൾ കഴിഞ്ഞ 2 വർഷത്തെ കറണ്ട് അഫേഴ്സ് ഒക്കെ കയറി വരും. അപ്പൊ അത് വലിയൊരു ബുദ്ധിമുട്ടാവും ചിലപ്പോൾ. അതാണ് അവിടെ ഓർത്തിരിക്കേണ്ടത്. എനിക്ക് തോന്നുന്നത് ഇതോടുകൂടി നമ്മുടെ ഉദ്യോഗാർത്ഥികൾക്കിടയിൽ വന്ന എല്ലാ സംശയങ്ങളും ആയിട്ടുണ്ട്. ഇത് നമുക്ക് ജനറലായിട്ടൊരു കാര്യം അറിയേണ്ടത്, സയൻസ് വിഷയങ്ങൾക്ക് 25 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ഇതിനകത്തുള്ളത്. ഫിസിക്സ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്, ബയോളജി ഉണ്ട്. ഈ 25 മാർക്കിനകത്ത് 20 മാർക്കൊക്കെ നേടിയെടുക്കാൻ സിമ്പിൾ ആയിട്ട് പറ്റും അല്ലേ? തീർച്ചയായിട്ടും. നമ്മളൊരു NCERT SCERT ലെവലിൽ പഠിക്കുക എന്നുള്ളതാണ് സയൻസിൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ഇപ്പൊ നമ്മൾ സാധാരണ GK എന്ന് പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ പഠിക്കണം. സയൻസ് അതുപോലെയല്ല. സയൻസ് ആ സ്പെസിഫൈഡ് ടോപ്പിക് വന്നിട്ടുണ്ട്. ആ ടോപ്പിക് ഒന്ന് ക്ലിയർ ആയിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. ബയോളജി എന്നാണെങ്കിലും ഫിസിക്സ് ആണെങ്കിലും കെമിസ്ട്രി എന്നാണെങ്കിലും പഠിച്ച് തീർക്കാൻ പറ്റുന്ന ടോപ്പിക്കാണ്. പത്രത്തിൽ പഠിച്ച് തീർത്ത് കഴിഞ്ഞാൽ നമുക്ക് 20 ഒരു മാക്സിമം ഒരു 18 മുകളിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയ തന്നെയാണ് സയൻസ് എന്ന് പറയുന്നത്. കാരണം അധികം കുഴപ്പിക്കുന്ന ചോദ്യങ്ങളൊന്നും കാണത്തില്ല. വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ നോക്കുമ്പോൾ ജസ്റ്റ് ആ കൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളാണ് സയൻസിൽ നിന്നും വരുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ എല്ലാ സംശയങ്ങളും ഇവിടെ ക്ലിയർ ആയിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ നിങ്ങളുടെ എല്ലാ ഡൗട്ടുകളും ക്ലിയർ ചെയ്യുവാൻ വേണ്ടിയിട്ട് ഒരു 2 ആഴ്ച കൂടുമ്പോൾ നമ്മൾ ഇങ്ങനെ ഓരോ വീഡിയോസ് ചെയ്യുന്നതാണ്. സോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു നമ്മൾ വിശ്വസിക്കുന്നു. അവർക്ക് ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ അവർ കമന്റ് ചെയ്യുക. തീർച്ചയായിട്ടും ഇതിന് താഴെ കമന്റ് ചെയ്യുക. അപ്പൊ നിങ്ങളുടെ എല്ലാ സംശയങ്ങളും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. സോ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. 2025 എന്ന് പറയുന്ന വർഷത്തില് തീർച്ചയായിട്ടും റെയിൽവേയിലെ ഒരു ജോലി നേടിയെടുത്തു എന്നുള്ള ഒരു വലിയൊരു സ്വപ്നം യാഥാർത്ഥ്യമായ ഒരു വർഷമായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. സോ അപ്പൊ മറ്റൊരു യൂസ്ഫുൾ സെഷനുമായിട്ട് വീണ്ടും കാണാം. ബൈ. താങ്ക് യു.